സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂരിൽ അംഗീകാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി. ഫുട്ബോൾ താരം എന്ന നിലയിലും സംഘാടകൻ എന്ന നിലയിലുമുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരിൽ നിന്നും വോട്ട് ലഭിക്കുമെന്നും ഷറഫ് അലി ന്യൂസ് 18 പറഞ്ഞു. MSP മുൻ കമാൻഡന്റ്, ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം, സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ അധ്യക്ഷൻ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് യു ഷറഫ് അലി. പക്ഷേ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നിലമ്പൂരിൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ്. പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല എന്നറിയാം, പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എങ്ങനെയാണ് നിലമ്പൂരിലെ പ്രതീക്ഷകളൊക്കെ? ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഉള്ള അറിവ് വെച്ചിട്ട് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് കായിക മേഖലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട്, ഒരു കായിക താരത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എന്നും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. നമുക്ക് കരിമ്പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു പുതിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തൊട്ട് പ്രദേശം എന്നതിലുപരിയായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വളരെ സുപരിചിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ മണ്ഡലത്തിലുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 9 വർഷം MLA ആയിരുന്ന അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നും പിന്നീട് പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം അടുത്ത കാലത്ത് എടുത്തു നോക്കിയാലും ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അത്രയ്ക്ക് ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രനായിട്ട് എന്നെ പരിഗണിക്കുകയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത്ര പ്രാധാന്യമുള്ള മണ്ഡലമായതുകൊണ്ട് ആ പ്രാധാന്യമുള്ള ജയസാധ്യതയുള്ളൊരു മണ്ഡലത്തിലേക്ക് ഒരു കായിക താരത്തെ പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പൊതുവേ രാഷ്ട്രീയത്തിനതീതമായിട്ട് കുറച്ച് വോട്ടുകളെങ്കിലും നേടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ നിലമ്പൂരിൻ്റെ സ്വഭാവം അത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അൻവർ 2 തവണ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ കോട്ട പൊളിച്ച ചരിത്രമുണ്ട്. അൻവർ നേടിയത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ടുകളല്ല, UDF നിന്ന് വോട്ടുകൾ അൻവറിന് ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു പോയത്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു സാധ്യത പരിശോധിക്കുന്നത്? അൻവറിന് ലഭിച്ചതുപോലെ തന്നെ ഒരു പിന്തുണ UDF നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അൻവർ മത്സരിച്ചപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുടെ വോട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും UDFൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാൽ തീർച്ചയായിട്ടും അതൊക്കെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. UDFൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ വോട്ടിന് പുറമെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടുള്ള വോട്ടുകളൊക്കെ ലഭിക്കും. അതോടൊപ്പം തന്നെ വികസനം മുന്നിൽ നിർത്തി ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിന് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള നിലപാടുള്ള വോട്ടുകളും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഫുട്ബോൾ താരം എന്ന നിലയിലും ഫുട്ബോൾ പരിശീലനം പല തരത്തിലും അങ്ങ് ആ ഒരു മേഖലയിൽ സുപരിചിതനാണല്ലോ. എങ്ങനെയാണ് കായിക മേഖലയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് കരുതുന്നുണ്ടോ ഈ ഒരു സ്ഥാനാർത്ഥി? തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കേരളത്തിലെ 2 പ്രമുഖരായിട്ട് മുന്നണികൾ ഇന്നേ വരെ ഒരു കായിക താരത്തെ പരിഗണിച്ചിട്ടില്ല. കായിക താരത്തെ പരിഗണിച്ച് ശ്രീശാന്ത് മുമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നിന്നിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇരു മുന്നണികൾ, നമ്മുടെ ഒരു മുന്നണി രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുക. ഇരു മുന്നണികളും ഇന്നേ വരെ കായിക താരത്തെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു കായിക താരത്തെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് കായിക മേഖലക്കും കായിക താരങ്ങൾക്കുമുള്ളൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ആ നൽകുന്ന അംഗീകാരം ജനങ്ങളും അംഗീകരിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇന്ത്യൻ ടീമിൽ അങ്ങ് ഡിഫൻഡറായിട്ടാണ് ഏറെക്കാലം കളിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഡിഫൻഡറായിട്ട് നിലമ്പൂരിലേക്ക് ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയിൽ കുറഞ്ഞൊന്നുമില്ല എന്ന് കരുതാം അല്ലേ? ഡിഫൻഡറായിട്ട് കളിക്കുമ്പോൾ തന്നെ ഞാൻ വിങ് ബാക്കായിട്ടാണ് കളിച്ചത്. കുറച്ച് ഓവർലാപ്പ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കയറി കളിക്കാനും അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിജയസാധ്യത ലഭിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്നാണെങ്കിലും വിജയപ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹം ഈ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പ്രഖ്യാപനം വന്നാൽ അതിനുശേഷം സ്ഥാനാർത്ഥി പര്യടനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിലമ്പൂർ നിൽക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.